അവനവൻ ഇഷ്ടപ്പെട്ട പാർട്ടി. ഹാവൽസ്, ഓരോ നൈറ്റിലും ഡിലൈറ്റ്. കോതമംഗലം ബ്ലോക്കിലെ കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ജനാധിപത്യത്തെ ബാധിച്ചിരുന്ന ക്യാൻസറിനെ മുറിച്ചു നീക്കാൻ ജനങ്ങളെ അണിനിരത്തി കോൺഗ്രസ് സംഘടിച്ചേ മതിയാകൂ എന്ന സന്ദേശത്തിലൂടെ രാജ്യത്തെ പൗരന്മാരുടെ സമ്മതിദാനാവകാശം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് KPCCയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നൈറ്റ് മാർച്ച് നടന്നത്. മാർച്ചിന് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേസാലിൽ നേതൃത്വം കൊടുത്തു. കോൺഗ്രസിന്റെ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ പരീത് പട്ടമാവുടി, ഷൗക്കത്ത് പൂതയിൽ, ബഷീർ ചിറങ്ങര, നസീർ ഖാദർ, MM അബ്ദുൽ സലാം, ഇബ്രാഹിം ഇടയാലി, KP അഷ്റഫ്, ഷിയാസ് കോട്ടാരം, ഇബ്രാഹിം കമല, KP ചന്ദ്രൻ, എൽദോസ് പുതീക്കൻ, നൌഫൽ കാപ്പുചാലി, അസ്ലം കബീർ, റഫീഖ് മരോട്ടിക്കൽ, KB ഷമീർ, MS നിബു, ഹമീദ് കാലാംപറമ്പൻ, അസീസ് പാറപ്പാട്ട്, മുഹമ്മദ് പറമ്പിൽ, അഷ്റഫ് ചക്കുംതാഴം, ഷിയാസ്, കരീം കുന്നുംപുറം, MA മക്കാർ, യൂസഫ് ഇടയാലി എന്നിവർ നൈറ്റ് മാർച്ചിൽ പങ്കാളികളായി. നരേന്ദ്രമോദി അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ധർമ്മപുത്രൻ, ഇന്ത്യയുടെ വീരപുത്രൻ ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ ധർമ്മസമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിരുന്ന നൈറ്റ് മാർച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ നൈറ്റ് മാർച്ചിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് ശ്രീ അലി പടിഞ്ഞാറേസാലിയെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, നമ്മൾ ഇത്തരത്തിലൊരു പ്രതിഷേധം, ഇത്തരത്തിലുള്ള ഒരു നൈറ്റ് മാർച്ച് ഈ അവസരത്തിൽ സംഘടിപ്പിച്ചതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും അറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാൽനടയായും മറ്റും രാഹുൽ ഗാന്ധി ബീഹാറിലൂടെ നടത്തി വരുന്ന ഒരു യാത്ര നിങ്ങൾക്കറിയാം. ഇവിടെ വോട്ട് ചോരി, ലക്ഷക്കണക്കിന് വോട്ടുകളാണ് ഓരോ മണ്ഡലങ്ങളിലും കള്ള വോട്ടായി ചേർത്തുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.